അവസാനം ഇറങ്ങുന്ന നീയല്ല, അപ്പം നീയല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതിന് ലാസ്റ്റ് ഇറങ്ങിയെന്ന് വെച്ചാൽ ഞാനാണോ താക്കോല് ഡോറിലിട്ടിട്ട് പോയത്? ആ ശരി, നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തെങ്കിലും നോക്കാം, ആരെങ്കിലും അറിയാവുന്നവരെ എന്തെങ്കിലും വിളിച്ചു നോക്കുക, എന്തെങ്കിലും ഗൂഗിളിൽ എന്തെങ്കിലും നോക്കാം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളിപ്പോൾ തുടക്കം കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇവരെന്തേ കാണിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് അല്ലേ. ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കീ ഇട്ടിട്ട് ഡോർ തുറന്ന് കയറാൻ നേരത്തെ കീ കയറുന്നില്ല. അപ്പോഴാണ് സത്യം പറഞ്ഞ് ഓർത്തത് അകത്ത് നമ്മുടെ സ്പെയർ കീ അകത്ത് ഡോറിൽ കിടക്കുന്നുണ്ട്, അത് ഊരാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞ ജർമ്മനി വന്നിട്ട് 5 വർഷമായി. ഇതുപോലത്തെ ഒരു പറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയത്. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ പണി കിട്ടുന്നത്, പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. അതാണ് കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പറയാൻ കാരണം. നമ്മൾ ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്കും പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ 3 വർഷമായി താമസിക്കണം, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് പറ്റിയ അബദ്ധം അത് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ ആർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത്. ഞങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി ബോധറായിട്ടില്ല. കാരണം എപ്പോഴും കീ കയ്യിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കും ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മനിലോട്ട് പുതിയതായിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരും ഇതേപോലെ നമ്മളെ പോലെ തന്നെ എത്രയും ഇതിനെപ്പറ്റി അത്ര ചിന്തിക്കും അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ എങ്കിലും കാണുമ്പോൾ 10 പേര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഒന്ന് പറയുന്നത്. ഇതുവരെ ഞങ്ങൾ താമസിക്കുന്ന 3rd ഫ്ലോറിലാണ്. ഞങ്ങളുടെ ഫ്ലോറിൽ തന്നെ വേറൊരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർ കൂടെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം നമ്മൾ പെട്ടില്ല. കാരണം വെച്ചാൽ അവർ അടുത്ത ഒരു ഓപ്ഷൻ നോക്കുന്നത് വരെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്റ്റെപ്പിലിരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ തണുപ്പത്തുനിന്ന് പുറത്ത് പോയി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഒരു പാതിരാത്രി നമ്മളൊരു ട്രാവലൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ തുറന്ന് തരുന്ന ആൾക്കാരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ല അല്ലെങ്കിൽ 1 or 2 hour നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും രാത്രി. കാരണം ഒന്നാമത്തെ ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മോനാണെങ്കിൽ 2 വയസ്സാവണുള്ളൂ. അപ്പോൾ മോനെ കൊണ്ടും അങ്ങനെ പെട്ട് നിൽക്കും, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനായിട്ടൊന്നുമില്ല. രാത്രി കഴിഞ്ഞ് ഷോപ്സൊക്കെ അടയ്ക്കും. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അതുപോലെ ഇവരിവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു ഏകദേശം ഒരു 6 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടും ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. എങ്കിൽ പോലും ഒരു മിഡ് നൈറ്റിലൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെ പോയി വന്നെങ്കിൽ പെട്ടെങ്കിലും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആൾക്കാരെ വിളിച്ചെണിപ്പിക്കലും എല്ലാം ശരിക്കും പറഞ്ഞൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലോ. നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് വിളിച്ചേ പറ്റുള്ളൂ. സോ ഇതിപ്പോൾ ജർമ്മനിയിൽ നിന്നല്ലെങ്കിൽ യൂറോപ്പിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. നമ്മുടെ ഇവിടുത്തെ ഡോറ് അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിലോട്ട് വരുന്നവർ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്തോ വെച്ചോളൂ. കാരണം ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്നു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നുകൊണ്ട് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അത് രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു ഹെൽപ്പിനെ ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് നോക്കുക. എന്തായാലും ഇത് പൈസ ചെലവുള്ള കാര്യമാണ്. നിങ്ങളാൽ കഴിയുന്നത് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷ്ലൂസൽ ദീൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് ഷ്ലൂസൽ എന്ന് വെച്ചാൽ താക്കോല്. അപ്പോൾ നമ്മൾ ഷ്ലൂസൽ ദീൻസ്റ്റിലോട്ടാണ് വിളിക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻകേസ് ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായി, പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ആരെ വിളിക്കണമെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ടെൻഷനായി പോയി. കാര്യം ഞങ്ങൾക്കറിയാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഷ്ലൂസൽ ദീൻസ്റ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ഇത് ശരിയാക്കി തരും നമുക്കറിയാം. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്പറോ കാര്യങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചു, അങ്ങനെ ഷ്ലൂസൽ ദീൻസ്റ്റിനെ വിളിക്കാന്നുള്ളത് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി ഡയറക്റ്റ് കാര്യം. അപ്പോൾ നമ്മുടെ ഈ നമ്പർ എവിടെ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കൺസേൺ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ പ്ലേസ് അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് അതിൽ ഗൂഗിളിൽ തന്നെ അത് വരുന്നുണ്ട് ഷ്ലൂസൽ ദീൻസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഗൂഗിളിൽ കണ്ട ഫസ്റ്റ് നമ്പറിലോട്ടാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അവർ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റി. അവർ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ വന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 20 മിനിറ്റ്സിൽ അവരിവിടെ വന്ന് സംഭവം നമുക്ക് ശരിയാക്കി തന്നു. ആക്ച്വലി ഞങ്ങൾ ഇന്ന് ആ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നമ്മൾ ശരിക്കും പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ആയിപ്പോയി കേട്ടോ. എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് അറിയാം, ഇതുപോലെ വിളിച്ചാൽ അവർ വന്ന് ശരിയാക്കുമെന്ന് നമുക്ക് അറിയാം. എങ്കിൽ പെട്ടെന്ന് നമ്മൾ ടെൻസ്ഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ പ്രത്യേകം ഫോണിൽ തന്നെ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കണം. കാരണം പലരും ഇപ്പോൾ ഗൂഗിളിൽ ആണെങ്കിൽ പറയുന്നുണ്ട് പല റേറ്റിംഗ്സ് ആണ് കാണിക്കുന്നത്. ഒരു ഓഫർമാർ വരുന്നത് അവർക്ക് ഇഷ്ടമുള്ള പൈസ മേടിക്കും ചിലപ്പോൾ. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക് ഡേയ്സിലും അല്ലെങ്കിൽ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു 70 to 120 euros ഒക്കെയാണ്. വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ അത് ഏകദേശം 120 to 180 euros ഒക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. മാത്രമല്ല അത് ഓരോ ആൾക്കാരെ എങ്ങനെ മേടിക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് അതിന് മുന്നേ അവർ വിളിച്ച് കഴിഞ്ഞിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. പല റേറ്റ്സ് ആണ് പലരും മേടിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു 90 euro ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആണെങ്കിലാണ് അവർ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. 90 euro ഒക്കെയാണ് അപ്പോൾ നമുക്ക് ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ 90 euro മുടക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഡോറ് തുറന്നകത്ത് കയറിയിട്ടോ ഫ്രണ്ട്സ്. അതായത് 90,000 രൂപ കൊടുത്തു ഒരു കീ അകത്തിട്ട് എൻ്റെ പേരിൽ ഞങ്ങൾക്ക് വാതിൽ തുറക്കാനായിട്ട്. പിന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ തണുപ്പ് കയറി വരുന്നുണ്ട്. ഫ്രണ്ട് ഡോറിൽ കൂടെ കൂടുതൽ തണുപ്പ് കയറി വരുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതൊരു ഫില്ല് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ തുറക്കാൻ നേരത്തെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ടെക്നിക്കാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് പുള്ളി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് അവിടെ ഒട്ടി പോകുമ്പോൾ അതേപോലെ പുള്ളിക്ക് മേളിൽ നിന്ന് താഴേക്ക് അത് വലിക്കാൻ ഭയങ്കര ഡിഫിക്കൽറ്റി. അപ്പോൾ കുറച്ച് സമയം എടുത്തു. സാധാരണ അത് സിമ്പിളായിട്ട് അവർ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു പരിപാടി ഏകദേശം ഒരു 10-15 മിനിറ്റ് ഓളം പുള്ളി അതിൻ്റെ അത് ശരിക്കും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ലാസ്റ്റ് ഓപ്പൺ ആയി കിട്ടിയത്. ഇനിയിപ്പോൾ അത് മുഴുവൻ ഞങ്ങൾ ചിരണ്ടി കളയണം.
സോ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതേപോലെ ടേപ്പോ കാര്യങ്ങളൊന്നും അവരുടെ ഇടയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാളെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കളയുക, അല്ലെങ്കിൽ ഒന്ന് മൈൻഡിൽ വെക്കുക ചെയ്തേക്കുക. സാധാരണയായിട്ട് നമുക്ക് പറ്റുന്ന രണ്ട് തരം മിസ്റ്റേക്കുകളാണിത്. ഒന്ന്, നമ്മൾ കീ എടുക്കാൻ മറന്നു പോവുക, അതല്ലെങ്കിൽ ഒരു കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരു കീ ചിലപ്പോൾ ഡോറിലിട്ടിട്ട് പോരും. ഈ സിറ്റുവേഷൻ അത് എവിടെയായാലും ഒരുപോലെ ആയിരിക്കും. അത് യൂറോപ്പിൽ നല്ല നാട്ടിലായാലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇവിടെ യൂറോപ്പിൽ അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോക്ക് ഇതായിട്ട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ചെയ്യേണ്ട എന്താണെന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഡോർ തുറന്നിറങ്ങണ്ടോ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കീട്ടിനെ അത് തിരിക്കാൻ പറ്റുമെന്ന് നോക്കി, അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അതിനകത്തേക്ക് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ആ ഒരു ടെൻഷനിൽ ഗൂഗിൾ ഒരുപാട് നോക്കാൻ പോയില്ല. സോ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു എടുക്കേണ്ട റെമഡി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളൊരു സ്പെയർ കീ എപ്പോഴും അവരെ കൊടുത്തിട്ട് പോകുക. അപ്പോൾ കീ എടുക്കാൻ മറന്നു വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കാം. രണ്ട്, ഇൻ കേസ് നമ്മൾ കീ ഉള്ളിൽ കുടുങ്ങി പോയി, അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയ സമയത്ത് നമ്മുടെ കീ മിസ്സായി പോയി, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ കീ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കീ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാക്സിമം പുറത്ത് പോകുമ്പോൾ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് കീ ഇട്ട് കൂട്ടാറില്ല. കാരണം നാട്ടിലെ പോലെ പുറത്തുനിന്ന് വെറുതെ തിരിച്ച് തുറക്കാൻ പറ്റുന്ന ലോക്കലിസ്റ്റല്ല. പുറത്തുനിന്ന് ഒരിക്കലും നമുക്ക് ഡോർ തള്ളി തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം കീ ഇട്ട് കൂട്ടാതിരിക്കുക. ആക്ച്വലി ഷൂസ് ഗെയിംസ് വന്നു കഴിയുമ്പോൾ അവർ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിട്ട് അവർ തള്ളി തുറക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ താക്കോലിട്ട് പൂട്ടാണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂസ് ഗെയിംസ് വരുമ്പോൾ നമ്മുടെ ലോക്ക് പൊളിക്കാണ്ട് അവർക്ക് മാക്സിമം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇത് ചെയ്ത്, അത് ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് നമ്മളുടെ എൻട്രി ചെയ്യാവുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മുടെ ലോക്ക് തള്ളി തുറക്കാനുള്ള ഒരു ഇത് പറയുന്നുണ്ട്. നമുക്കത് അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയിൽ നമ്മൾ നോക്കാൻ പോയില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും റെമഡി നമ്മുടെ എൻഡിൽ നോക്കിയില്ല. പിന്നെ നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ വിളിക്കുന്നവർക്ക് പൈസ കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ ഇത് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്ന ഒരു സിറ്റുവേഷനെങ്കിൽ, ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കീ ഉണ്ട്, അല്ലെങ്കിൽ കീ നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഉള്ളിൽ കീ ഉണ്ട്, നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഓൾറെഡി ലോക്ക്ഡാണ് എങ്കിൽ ഈ ഷൂസ് ജീൻസ് വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ പ്ലാസ്റ്റിക് കാർഡ് ഇട്ടിട്ട് അത് തള്ളി അതിൻ്റെ വിടവിൽ ആ ഒരു ഗ്യാപ്പിലിട്ട് അത് തുറക്കാൻ പറ്റത്തില്ല. ഫൈനലി ലോക്ക് പൊളിക്കേണ്ടി വരും. അത് ഹെവി എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളൊരിക്കലും വീടിൻ്റെ ഉള്ളിൽ കീ ഇട്ടിട്ട് പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കൊച്ച് വന്നിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ അവൻ ഹൈറ്റായി അവൻ പിടിച്ചിറങ്ങി ഡോർ തുറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ പൂട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 weeks ആയേ ഉള്ളൂ നമ്മൾ വീട് അകത്തുനിന്ന് പൂട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം പോകുമ്പോൾ ഓൾറെഡി ബാഗിലോ അല്ലെങ്കിൽ ജാക്കറ്റിൽ എപ്പോഴെങ്കിലും കീ എന്തായാലും ഉണ്ടാവും, നമ്മുടെ സ്പെയർ കീ 2 പേരുടെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഒരു കീ നമ്മൾ കൊച്ചിങ്ങനെ വാതിൽ തുറക്കുന്നതുകൊണ്ടാണ് നമ്മൾ അകത്തിട്ട് നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്തപ്പോൾ പിന്നെ പെട്ടെന്ന് ഊരി വെക്കാനായിട്ട് മറന്നു പോയതുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. കാര്യം ഞാനത് തുറന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഇവിടെ ഇറങ്ങാൻ നേരത്തും ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഒരു റഷ് പുറത്തേക്ക് പോകുന്ന ഒരു ധൃതിയുടെ പുറത്ത് നമ്മളത് മറന്നു. തിരിച്ച് കയറി വന്നപ്പോഴാണ് സത്യം പറഞ്ഞ് തോർത്ത്. സോ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഫ്യൂച്ചറിൽ ആർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് വരുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് നാളെ മറ്റൊരാൾക്ക് ഉപകാരമായി മാറുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.